നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഏഴംകുളം വാർഡിലെ ദിയ കുടുംബശ്രീയുടെ അഴിമതി പുറത്തു കൊണ്ടുവന്ന വാർത്ത നൽകിയ സുഭിലാഷ് കുമാറിന് നേരെ കുടുംബശ്രീ സെക്രട്ടറിയുടെയും ഭർത്താവിന്റെയും കയ്യേറ്റ ശ്രമം. മർദ്ദനമേറ്റ സുഭിലാഷ് കുമാർ കുളത്തുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ഇവനും അവന്റെ ഭാര്യയും കൂടെ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നെ അടിച്ച് അങ്ങനെ ഞാനും അവനോട് പ്രീവിൽ ചെയ്ത് തന്നെ എൻ്റെ കൈ കടിച്ച് മുറിച്ച് അവളും അവനും എല്ലാം കൂടെ ചേർന്ന് ഒരു മര്യാദ ഉണ്ട്. ഒരാൾക്ക് വേണ്ടി പരാതി കൊടുത്ത് ഒരു ചാനൽ വാർത്ത കൊടുത്തെന്നും പറഞ്ഞ് കയറി അങ്ങ് ആക്രമിക്കുകയാണോ ചെയ്യുന്നത്? ഉണ്ട് സാറേ. അത് രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ADMC വന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി ഇതെല്ലാം നടക്കുകയാണ്. അത് ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പ് അംഗങ്ങളെന്നെ കൊണ്ട് അമ്മാമ നല്ല ക്രമക്കേട് പറഞ്ഞിട്ടുണ്ട്. അമ്മാമ അടങ്ങിയത്. അമ്മാമ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. അമ്മാമ സംസാരിക്കരുത്. എന്തുവാ അവിടെ ഒരു വാർഡിലെ മുഴുവൻ സംവിധാനങ്ങളും ഈ ഇതിനൊപ്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവോ? അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ, ലോൺ കൊടുത്തേ. ആ അംഗങ്ങളെല്ലാം അവിടെ നിൽപ്പുണ്ട്. അംഗങ്ങളെല്ലാം നിൽപ്പുണ്ട്. നോണ്ടിരിക്കുന്നത് പാവപ്പെട്ട അംഗങ്ങളാണ് നിൽക്കുന്നത്. രോഗിയാ, ഹൃദ്രോഗിയാ, കൊച്ചുമകള് ക്യാൻസർ രോഗിയാ. അവർ കൊടുക്കുന്ന പൈസ അവരെടുത്ത് വെട്ടിമാറ്റി വെട്ടുന്നത്. അംഗങ്ങൾ 11 പേര്, അല്ല 9 പേരും അതിന് എതിരഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മളെ ഈ കൈകാര്യം ചെയ്യുന്നത്. ഒരു മര്യാദ വേണ്ടേ? മറ്റു മെമ്പർമാരൊന്നും ഇല്ല. ഇപ്പൊ എന്റെ വാർഡിലെ പ്രശ്നമല്ലേ സാറേ? പ്രസിഡന്റ് സാന്നിധ്യത്തിൽ വിളിച്ച് സംസാരിച്ചപ്പോ ഈ സ്ത്രീയും ഇവിടുത്തെ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയെന്ന്. അതുകൊണ്ട് പ്രസിഡന്റ് സാക്ഷിയാ അതിനൊക്കെ. അമ്മാമയെ ദൈവത്തോട് അമ്മാമയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണ്ട. അമ്മാമ വാർഡിൽ പോയി സംസാരിച്ചു. പ്രസിഡന്റ് മീറ്റിംഗ് ഇറങ്ങിപ്പോയില്ല, ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയില്ലേ? ഈ കക്ഷി ഇറങ്ങിപ്പോയില്ലേ? അല്ല അമ്മാമ ആ മീറ്റിംഗ് അവരിറങ്ങിപ്പോയോ? ഗ്രൂപ്പ് അംഗം ഞങ്ങൾ മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത്. അതിന് മുമ്പ് നിങ്ങളെ വിളിച്ചപ്പോഴോടെ പോയി നിങ്ങളെല്ലാവരും. അപ്പൊ ഞങ്ങളില്ലാതെ നിങ്ങൾ വിളിക്കാൻ തീരുമാനിച്ചില്ല. എന്തൊരു തീരുമാനിച്ചു? അപ്പൊ ഞാൻ വാർഡ് മെമ്പറല്ലേ? വാർഡ് മെമ്പർ അറിയണ്ടേ? അതൊക്കെ കിട്ടി. അതുകൊണ്ടാ കൊടുത്തത്. അത് കിട്ടും. അങ്ങനെ ഒരു ഇടപെടുന്നതിനൊക്കെ കിട്ടാനാണെങ്കിൽ എന്നെ മണ്ണികടി പോകേണ്ടി. ഈ വായ നോക്കിയൊക്കെ സമ്മതം പറയരുത്. പരാതി ഉണ്ട് സാർ, പരാതി ഉണ്ട്. ഈ സംഭവിച്ചെന്ന് നമ്മൾ രാവിലെ വാർത്ത കൊടുത്തല്ലോ, ടോക്ക് കൊടുത്തു. ആ ഗ്രൂപ്പിന് സെക്രട്ടറിക്കെതിരെ നിങ്ങൾ പറഞ്ഞ ഇവരുടെ പേര് പറയണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പേര് പറഞ്ഞത്. മാധ്യമപ്രവർത്തകരുടെ ആവശ്യപ്രകാരമാണ് പേര് പറഞ്ഞത്. ആ ക്രമക്കേടുകളും എല്ലാം ഉള്ളതുകൊണ്ട് ആ ഗ്രൂപ്പ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഒറ്റയ്ക്കല്ല ഇതെല്ലാം പറഞ്ഞത്. അതിനുശേഷം ഈ ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ വന്നു. ആ പഞ്ചായത്ത് ഓഫീസിനകത്ത് വെച്ച് മുഴുവൻ ചീത്ത വിളിച്ചും തെറി വിളിച്ചും അഭിഷേകം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഞാൻ കൂടെ ഇറങ്ങി വന്നു. നീ ഇനി തെറി പറയരുതെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു. അപ്പോൾ എന്നെ അടിച്ചു. ഞാനും അവനും കൂടെ അടികൂടി ഇവിടുന്ന് മേളിൽ നിന്ന് താഴെ വീണു. അതിനിടയ്ക്ക് വന്ന ആളുകൾ പിടിച്ചു മാറ്റിയപ്പോൾ എൻ്റെ കൈ കടിച്ച് പറിച്ചു. താക്കോൽ വെച്ച് കുത്തി. ഭാര്യയും ഭർത്താവും വേണ്ട. എന്നിട്ട് ഒരു പഞ്ചായത്ത് വനിതാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. മനഃപൂർവ്വം കൊല്ലണമെന്ന ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്. ഇന്നലെ തുടങ്ങില്ല. അന്നത്തെ ADMC വന്ന മീറ്റിങ്ങിൽ ഇതുപോലെ ആയിരുന്നു. തെറി വിളിപ്പും അഭിഷേകം മുണ്ടില്ലാതെ നടത്തിക്കും, റോഡിൽ കൂടെ നടത്തിക്കും, തല്ലും. അങ്ങനെ എൻ്റെ വാർഡിലൊരു വിഷയമല്ലേ, അതിനകത്ത് ഞാനല്ലാതെ പിന്നെ ആരാ ഇടപെടുന്നത്? എൻ്റെ വാർഡിലെ ഒരു കൂട്ടം ആളുകൾക്ക് പ്രശ്നം ഉണ്ടായ അമ്മാമ മിണ്ടായില്ല. അമ്മാമ ആ ADMC എന്തോ പറഞ്ഞേ പറ. എവിടെ സമ്മതത്തോടുകൂടി? ആ പറ, മിണ്ടായി. ADMC ഒന്ന് പറയട്ടെ. ശ്രീജ, ഇതിനു മുമ്പ് നമ്മൾ 4-5 വട്ടം മീറ്റിംഗ് വിളിച്ചപ്പോൾ ഇവരെല്ലാം എവിടെ ആയിരുന്നു? എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു അമ്മാവൻ? മെനഞ്ഞാന്നത്തെ കഥയും പറഞ്ഞോണ്ടിരിക്കുവോ? എടാ സന്തോഷ് ശിഖാതെ ബൈക്കുണ്ടോ? ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത് കുളത്തൂപ്പുഴ.